ഏറ്റവും പുറകിൽ ചുറ്റിയിരിക്കുന്നവർ താത്തിരുന്നോ. ഇതാണ് വെള്ളക്കഷായം. പരിപ്പിൻ്റെ മുകളിൽ നെയ്യ് ഒഴിക്കണം. നെയ്യ് முகம்பு குஷ்வா எப்படி இருக்கு? அல்ல ரொம்ப பிரமாதமா இருக்குதுமா. ஐயோ ஐயோ ஐயோ. എല്ലാവർക്കും ഞങ്ങളുടെ ഓണം വ്ലോഗിലേക്ക് സ്വാഗതം. ഈ കൊല്ലത്തെ തിരുവോണത്തിൻ്റെ 2 പ്രത്യേകതയാണ് ഞങ്ങൾക്കുള്ളത്. ഒന്ന്, ഞങ്ങളുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. 2, ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് പള്ളിയിൽ പോയിട്ട് വേണം ബാക്കി ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പം ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ കസിൻ ചേട്ടൻ ചിക്കുച്ചാച്ചൻ രാവിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. തൊട്ടടുത്താണ് വീട്. പുള്ളിക്കാരൻ UK-ലാണ്. നാട്ടിലുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് പള്ളിയിൽ പോകാറുള്ളത്. എന്താ പരിപാടി? ഇപ്പം നമ്മൾ പള്ളിയിലെത്തി. ഇതാണ് ഞങ്ങളുടെ പള്ളി, ചന്ദനപ്പള്ളി വലിയ പള്ളി. ഇവിടെ നമ്മുടെ പള്ളിയിൽ പിള്ളേർ അത്തപ്പൂക്കളം സെറ്റ് ചെയ്യുന്നു. 10 മണിയാകുമ്പോഴേക്കും നമ്മുടെ പള്ളിയിൽ സർവീസൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഓണാഘോഷ പരിപാടി പള്ളിയുടെ മുറ്റത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നത് വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള വടംവലി മത്സരമാണ്. ഏറ്റവും പുറകിൽ ചുറ്റിയിരിക്കുന്നവർ താത്തിരുന്നോ. ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരാണ്. അപ്പം ഞങ്ങൾ പള്ളിയിലെ അംഗമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. സദ്യവട്ടത്തിനുള്ള ഒരുക്കത്തിനായിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് സദ്യക്കുള്ള ഇല വെട്ടാനായിട്ട് വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇനിയും ഇലയിട്ട് ചോറ് കഴിക്കാം. അപ്പം ഞങ്ങൾ ഇലയൊക്കെ വെട്ടി. വെളിയിൽ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇലയൊക്കെ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ ലൈം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനായിട്ട് പോവാണ്. ഞങ്ങളുടെ ബന്ധു അയൽവാസിയുമായിട്ടുള്ള മോനിയങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. മോനിയങ്ങളുടെ ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾ കൊണ്ടു കൊടുത്തു. ആളൊരു വില്ലാളി വീരനാണ്, വേറെ ലെവല് കക്ഷിയാണ്. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഇതാണ് വെള്ളക്കഷായം. വയറളവോ ഒന്ന് കുടിച്ചു നോക്ക്. எப்படி இருக்கு? அல்ல ரொம்ப பிரமாதமா இருக்குதுமா. ஐயோ ஐயோ ஐயோ. இந்த பொண்டாட்டியோட இந்த அழகான கையால கொண்டு வந்ததாமா. അപ്പം ഞങ്ങൾ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഓണത്തിൻ്റേതായിട്ടുള്ള വേഷവിധാനങ്ങൾ അണിഞ്ഞ് ഒരു ചെറിയ അത്തപ്പൂക്കളം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നിന്ന തെറ്റിപ്പൂ, കോളാമ്പിപ്പൂ, ബൊഗെയിൻവില്ല ഒക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ പൂക്കളം ഒരുക്കിയത്. ചെറുതാണെങ്കിലും ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പൂക്കളം ഒരുക്കി ഓണത്തെ വരവേൽക്കുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അമ്മയുടെ സാരിയുടെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അത്തപ്പൂക്കളം. വാവ്, ഫാന്റാസ്റ്റിക്. ഇൻസ്റ്റന്റ് അത്തപ്പൂക്കളം അല്ലേ? ഭാവിയാണോ ഇതിൻ്റെ ഡിസൈൻ? ഞാൻ കുറേയൊക്കെ ഡിസൈൻ ചെയ്ത് പിന്നെ ഊഞ്ഞാലുണ്ടായിരുന്ന അയച്ചു കളഞ്ഞ്. അതെ അതെ അതെ. ഇനിയാണ് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പ്രധാന പരിപാടി. എന്തായിരിക്കും? എന്താണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്.
എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് മമ്മി ഇപ്പം പറഞ്ഞു തരും. ആദ്യം എന്തോ മമ്മി? ആദ്യം ഉപ്പ് വിളമ്പണം. ഉപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പേരി, ശർക്കര വരട്ടി, പപ്പടം, ഇഞ്ചിക്കറിയാണേ, ഇഞ്ചിക്കറി, പച്ചടി, ഇത് വെള്ളരിക്കാ പച്ചടി, കിച്ചടി, ഇത് കിച്ചടി, അതെവിടെ? ഇവിടെ ഓലൻ, ഇത് ഓലനാണേ. തോരൻ, ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ. അവിയല് പിന്നെ വിളമ്പാം. ഇത് അവിയല്, മെഴുക്കുവരട്ടി, നാരങ്ങ, വെള്ള നാരങ്ങ, രണ്ട് കളിയോടൊക്കെയോടെ വെച്ചാട്ട് കളിയോടയ്ക്ക, ഇത് കളിയോടയ്ക്ക, മാങ്ങ അച്ചാർ, ഇവിടെ വെക്കട്ടെ, മാങ്ങ അച്ചാറേ. ഇനി ചോറിടാൻ പോവാ. പരിപ്പ് കറി, മതിയോ? നെയ്യ്, പരിപ്പ് കറി, പരിപ്പിൻ്റെ മുകളിൽ നെയ്യ് ഒഴിക്കണം. പപ്പടം നേരത്തെ എടുത്തായിരുന്നു. ഇത്രയും കഴിച്ചു കഴിഞ്ഞിട്ടാ മുഖംബു കുഷ്വ. ഇനി ഇരിക്കുകകളെല്ലാം അവിടെ എന്താ. എങ്ങനെയുണ്ട് അച്ചാ? അടിപൊളി. ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം. അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷം, ഉച്ചക്കത്തെ ഊണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. എല്ലാവരും ഊണ് കഴിച്ചോ? എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഓണത്തിൻ്റെ വിഭവങ്ങളുമായിട്ട് സമൃദ്ധമായ സദ്യ. നിസിമാമ ഇവിടെ ഉണ്ട്, ജസ്സാൻ ഇവിടെ ഉണ്ട്, മേഘ ഇവിടെ ഉണ്ട്, ചെയിൻ വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ, ബാക്കിയുള്ളവരെല്ലാം വിദേശത്തും ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടിങ്ങനെ. അപ്പം ഞങ്ങളുടെ ചെറിയ ഓണം ഇവിടെ. ഓക്കെ. ഇന്നത്തെ പായസം എന്തുവാ? അടപ്രഥമൻ. പാലട പ്രഥമനാണ്. അല്ല, അടപ്രഥമൻ പായസമാണ്. അപ്പം ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ പോവാ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഞങ്ങളുടെ ഓണം വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓണിന് ശേഷം ഞങ്ങളൊരു ഓണം ഫോട്ടോഷൂട്ട് നടത്തി. എടുത്ത ഫോട്ടോസും വീഡിയോസും ഇതിൻ്റെ ബാക്കിയായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടിട്ടേ പോകാവുള്ളൂ. തുടർന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റ, ബൈ ബൈ. പൂവേ പൊന്നാരപ്പൂവേ പൊന്നാവണിയാ